കോഴിക്കോട് ഇരിങ്ങാടൻ പള്ളി ജംഗ്ഷനിൽ വാഹനാപകടമുണ്ടായി. ലോറി ഡ്രൈവർക്ക് ദാരുണാന്ത്യം. ബെവറേജസിലേക്ക് മദ്യവുമായി വന്ന ലോറി കാറുമായി ഇടിച്ചു മറിയുകയായിരുന്നു. മേഘ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. മേഘ, വിവരങ്ങൾ. ഭദ്ര, കോഴിക്കോട് ഇരിങ്ങാടൻ പള്ളിക്ക് സമീപമാണ് ബീവറേജസ് കോർപ്പറേഷനിലേക്ക്, എറണാകുളം ബീവറേജസ് കോർപ്പറേഷനിലേക്ക് മദ്യമായി പോകുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ലോറി തലകീഴായി മറിയുകയായിരുന്നു. കാറിന് ഇടിച്ച ശേഷമാണ് അപകടം ഉണ്ടായിരിക്കുന്നത്. ഒരാളാണ്, അതായത് ലോറി ഡ്രൈവറായ വയനാട് സ്വദേശി അഖിൽ കൃഷ്ണനാണ് മരണപ്പെട്ടത്. ഈ അപകടം നടന്ന സ്ഥലത്ത് ഏകദേശം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും. 700ഓളം ബിയർ കയറ്റിവരുന്ന 700ഓളം കേസുകളാണ് ഉണ്ടായിരുന്നത്. അത് പൂർണ്ണമായും നശിച്ച നിലയിലാണ്. ഈ ബിയർ കുപ്പികളൊക്കെ തന്നെയും റോഡിൽ ചിതറിക്കിടക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. വലിയ നഷ്ടം തന്നെയാണ് ഉണ്ടായത് എന്ന് കണക്കാക്കേണ്ടി വരുന്നു. ഇവിടെ പോലീസും എക്സൈസും ഉൾപ്പെടെയൊക്കെ തന്നെയും ഇവിടെ പരിശോധന നടത്തുന്നുണ്ട്. ഇപ്പോൾ ഈ ബിയർ കുപ്പികൾ ഇവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഭൂരിഭാഗം ബിയർ കുപ്പികളും പൊട്ടിയ നിലയിലാണ് കാണാൻ സാധിക്കുന്നത്. ഈ പൊട്ടാത്ത കുപ്പികളൊക്കെ തന്നെയും ഇവിടെ നിന്ന് മാറ്റുന്ന നടപടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മൈസൂരിൽ നിന്നാണ് ഈ ലോറി വന്നത്. എന്താണ് ഈ അപകട കാരണം എന്നത് വ്യക്തമല്ല. ഈ ഡ്രൈവർ ഈ സംഭവ സ്ഥലത്ത് തന്നെ വെച്ച് മരണപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ ലോറിക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന നിലയിലായിരുന്നു ഡ്രൈവർ ഉണ്ടായിരുന്നത്. ഹൈഡ്രോളിക് കട്ടർ ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ ലോറിക്കകത്ത് നിന്ന് പുറത്തെടുത്തത്. ആശുപത്രിയിൽ രക്ഷിക്കാനുള്ള ശ്രമമൊക്കെ തന്നെയും നടന്നിരുന്നുവെങ്കിലും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഈ അഖിൽ മരണപ്പെട്ടു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇരിങ്ങാടൻ പള്ളി ജംഗ്ഷനിൽ തന്നെയാണ് അപകടമുണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഈ ബീവറേജസ് കോർപ്പറേഷനിലേക്കുള്ള ഈ കുപ്പികളായതുകൊണ്ട് തന്നെ പൊട്ടാത്ത കുപ്പികളൊക്കെ തന്നെയും മാറ്റാനുള്ള ഒരു ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പുലർച്ചെ, അതായത് മൈസൂരിൽ നിന്ന് പുലർച്ചെയാണ് ഈ ലോറി ഇവിടേക്ക് എത്തിയത്. ഈ ജംഗ്ഷനിലെത്തി എന്താണ് ഇത്തരത്തിലൊരു വലിയ അപകടം ഉണ്ടാക്കിയത് എന്നത് വ്യക്തമല്ല. ഏതായാലും എക്സൈസ് ഉദ്യോഗസ്ഥരുമൊക്കെ തന്നെയും ഈ സാധനങ്ങളൊക്കെ തന്നെയും മാറ്റാനുള്ള ഒരു ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇവിടെ പോലീസും എക്സൈസ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെയും ഈ സ്ഥലത്തുണ്ട്. അവരോട് തന്നെ ചോദിച്ചറിയാം. സാർ, എന്താണ് ഈ അപകടം? ഇന്ന് കാലത്ത് 4 മണിക്ക് ഈ കാണുന്ന ലോറി ഒരു കാറായിട്ട് തട്ടിയതാണ്. കാറിൽ 2 പേരുണ്ടായിരുന്നു. ലോറിയിൽ അഖിൽ കൃഷ്ണ എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ, 30 വയസ്സായ, വളരെ ദാരുണമായ സംഭവമാണ്. ആക്സിഡൻറ്റ് നടന്ന ഉടനെ തന്നെ ആൾ മരണപ്പെടുകയുണ്ടായത്. ഇത് നമ്മുടെ കർണാടക ഹാസൻ എന്ന് പറഞ്ഞ ഡിസ്റ്റിലറിയിൽ നിന്ന് അവിടുന്ന് വരുന്ന ബിയറാണ്. എറണാകുളം KSBC വെയർ ഹൗസിലേക്കുള്ളതാണ്. അപ്പോൾ ഏതാണ്ട് 700 കേസ് ബിയർ ഉണ്ടായിരുന്നു. അതിൽ ഇപ്പോൾ ഇനി നമ്മൾ എണ്ണി തിട്ടപ്പെടുത്തണം ബാക്കി എത്രയുണ്ട് എന്നുള്ളത്. ഈ വലിയ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. മരണത്തിനൊപ്പം തന്നെ ഈ ബീവറേജസ് കോർപ്പറേഷന് വലിയ മരണം നമുക്ക് ഏറ്റവും വലിയ നഷ്ടം അതാണ്. ഒരു ചെറുപ്പക്കാരൻ, ഒരു കുടുംബത്തിൻ്റെ അത്താണിയായ ഒരു ചെറുപ്പക്കാരൻ ഇല്ലാതെയായി എന്ന് പറഞ്ഞാൽ അതാണ് നമുക്കുണ്ടായ ഏറ്റവും വലിയ നഷ്ടം. പിന്നെ മദ്യം എന്ന് പറയുന്നത്, ഈ ബിയർ എന്ന് പറയുന്നത്, ബാക്കി പൊട്ടാത്ത കുപ്പികളൊക്കെ തന്നെ സുരക്ഷിതമായിട്ട് കാട്ടൺ ബോക്സിലാക്കിയിട്ട് എണ്ണി തിട്ടപ്പെടുത്തി മാസ്റ്ററൊക്കെ തയ്യാറാക്കി നിയമ നടപടികൾ സ്വീകരിക്കുക. അതാണ് എക്സൈസ്. പിന്നെ അതുമാത്രമല്ല, ഇവിടെ പബ്ലിക് ഉള്ള ആളുകൾ ആരും തന്നെ ഒരു ബോട്ടിൽ പോലും നഷ്ടപ്പെടരുത് എന്നുള്ളതുകൊണ്ട് നമ്മൾ ആ 4 മണി മുതൽ 4-4:30 മണി മുതൽ ആ ആക്സിഡൻറ്റിന് ശേഷം പോലീസും എക്സൈസും ഇവിടെയുണ്ട്. അതേപോലെ തന്നെ ആ സമയത്ത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ, ഫയർഫോഴ്സിലെ ജീവനക്കാർ അവർ വളരെയധികം പ്രയാസം അനുഭവിച്ചിട്ടുണ്ട്. അവരിപ്പോൾ സ്ഥലത്തില്ലെങ്കിലും അവരുടെ ഭാഗത്തുനിന്ന് നല്ല രീതിയിലുള്ളൊരു സഹകരണം ആ സമയത്ത് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും തന്നെ പെട്ടെന്ന് എത്തിപ്പെട്ടിട്ടുണ്ട്. നാട്ടുകാരും ഒക്കെ തന്നെ നല്ല സഹകരണം ഉണ്ടായത്. ഉടനെ തന്നെ റിക്കവറി വാന് കൊണ്ടുവന്ന് ലോറി പൊക്കി ബാക്കി ആളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ആൾ ഹോസ്പിറ്റലിൽ എത്തുന്നതിൻ്റെ മുന്നേ തന്നെ മരണപ്പെട്ടു. ഇനി നമ്മുടെ നടപടിക്രമങ്ങൾ എങ്ങനെയാണ്? ഈ സാധനങ്ങൾ ഇവിടുന്ന് പൂർണ്ണമായി മാറ്റുക? ഇനി ഈ സാധനങ്ങൾ ഇവിടുന്ന് പൂർണ്ണമായിട്ട് മാറ്റുക, KSBCയിലേക്ക് തിരിച്ച് അയക്കുക. ബാക്കിയുള്ള സാധനങ്ങൾ KSBCയിലേക്ക്, ഗോഡൗണിലേക്ക് അയക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ റോഡ് ക്ലീൻ ചെയ്ത് കൊടുക്കണം. നിറയെ കുപ്പിച്ചില്ലുകളാണല്ലോ, അപ്പം ആ കുപ്പിച്ചില്ലുകളൊക്കെ തന്നെ ഇവിടുന്ന് മാറ്റേണ്ടതായിട്ടുണ്ട്. ഓക്കെ. ഏതായാലും ഇത് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ദാരുണമായ അപകടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു ചെറുപ്പക്കാരൻ മരണപ്പെടുന്നു. അതിനൊപ്പം ഈ അപകടത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചത് എന്നത് ഈ ലോറി കാറിന് ചെന്ന് ഇടിക്കുന്നു. ഈ ലോറി തല കീഴായി മറയുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് ഈ അപകടത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കുന്നത്.
ഏതായാലും ഇപ്പോൾ ഇത് മാറ്റാനുള്ള, അതായത് ഈ ബിയർ കുപ്പികൾ ഈ റോഡിന് സൈഡിൽ നിന്ന് മാറ്റാനുള്ള നടപടിക്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഫയർഫോഴ്സിന്റെ വലിയ സഹായം ഉണ്ടായി എന്ന് തന്നെയാണ് എക്സൈസ് ഇൻസ്പെക്ടർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കാരണം വലിയ തരത്തിൽ കുപ്പികൾ പൊട്ടി റോട്ടിൽ ഒലിച്ചു കിടക്കുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെയും വൃത്തിയാക്കി ഈ കുപ്പി കഷ്ണങ്ങളൊക്കെ തന്നെയും മാറ്റിയ രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ബിയർ കുപ്പികൾ മാറ്റാനുള്ള നടപടികളാണ് ഇവിടെ നിന്ന് പുരോഗമിക്കുന്നത്.